നമുക്കിനി കോൺഗ്രസിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. അത് നേതൃമാറ്റത്തെ ചൊല്ലിയൊക്കെ വലിയ ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഒരു ഐക്യമുണ്ട് നേതാക്കൾക്കിടയിൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചു. പക്ഷേ ഇനി അത് എപ്പോൾ നടക്കുമെന്ന് പോലും അറിയില്ല. അതാണ് സ്ഥിതി. കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തി. തിരക്കിട്ടുള്ള പുനഃസംഘടന തിരിച്ചടിയാകുമെന്ന് കെ സുധാകരനൊപ്പമുള്ളവർ വാദിക്കുന്നു. അതേസമയം നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം നീളുകയാണ്. അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോഴാണ് ACC സെക്രട്ടറിക്ക് പരിക്ക് പറ്റിയത്. പക്ഷേ VD സതീശനോ കെ സുധാകരനോ ആ നേതാവിനെ കാണാൻ പോലും പോയിട്ടില്ല. അവരിന്നലെ ഉച്ചവരെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു 3 നേതാക്കളും. അതിനുശേഷം അതിന് മുൻപ് വേണമെങ്കിൽ വാർത്താ സമ്മേളനം നടത്താമായിരുന്നു, ശേഷം നടത്താമായിരുന്നു. പക്ഷേ രണ്ടും ഉണ്ടായില്ല. ഇന്നലെ ഇപ്പോൾ PV മോഹന്റെ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പറഞ്ഞ വാർത്താ സമ്മേളനം ഒഴിവാക്കി. പക്ഷേ ഈ പ്രവർത്തകർക്ക് മുന്നിലേക്ക് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളും ദേശീയ തലത്തിൽ നിന്നുള്ള പ്രതിനിധികളും തീരുമാനിച്ച ഒരു തീരുമാനമാണ്. അപ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിച്ചത് ഒരു വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടാകും, ഇനിയും കാര്യങ്ങൾ പ്രശ്നമില്ലാതെ അങ്ങ് പോകുമെന്നാണ് പ്രവർത്തകർക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ അങ്ങ് നീളുകയാണ്. വാർത്താ സമ്മേളനം എപ്പോഴെന്ന കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവുമില്ല. രണ്ട് നേതാക്കളും ഒന്നിച്ചിരിക്കാൻ നിലവിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത്. മാത്രമല്ല KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾക്കും വിമർശനങ്ങളുമൊക്കെ സാധാരണ നിലയിൽ കോൺഗ്രസിലൊരു യോഗമൊക്കെ ചേർന്ന് എന്തൊക്കെ ബഹളമുണ്ടായാലും പിന്നീട് അതിനുശേഷം എല്ലാവരും ഒന്നിച്ച് അങ്ങ് പോകുന്ന ഒരു ശീലമാണുള്ളത്. ആ ബഹളവും തർക്കവുമൊക്കെ അവിടെ അവസാനിക്കേണ്ടതാണ്, കാലാകാലങ്ങളൊക്കെ നീണ്ടു നിൽക്കില്ല. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഈ യോഗത്തിലുണ്ടായ ചില പരാമർശങ്ങളും യോഗത്തിലുണ്ടായ വിമർശനങ്ങളും നേതാക്കൾ വളരെ ഗൗരവമായി എടുത്ത് അതിനെ പറ്റിയുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒപ്പമുള്ള ആളുകൾ കൃത്യമായി തന്നെ ഈ KPCC പ്രസിഡന്റിനെ മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിക്കാൻ തീരുമാനിച്ച് ആണ് ആ യോഗത്തിലേക്ക് എത്തിയത്. പക്ഷേ ആവശ്യത്തിന് യാതൊരുവിധ പിന്തുണയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല VD സതീശനെതിരെ ഏകപക്ഷീയമായ ആക്രമണമാണ് ആ യോഗത്തിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. VD സതീശന്റെ പ്രവർത്തന രീതിയെപ്പറ്റി വലിയ വിമർശനങ്ങൾ ഉയർന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം AP അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും ഉയർന്ന വിമർശനമാണ്. നിലവിൽ 21 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. 42 സീറ്റുകളിൽ കൂടി കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തണം. 63 സീറ്റുകളിൽ വിജയസാധ്യതയുണ്ട്. അവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അടക്കം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു കാര്യം സതീശൻ പറഞ്ഞു. അത് മറുപടി പ്രസംഗത്തിലാണ് പറഞ്ഞത്. അപ്പോൾ AP അനിൽകുമാർ ചോദിച്ചത് ഇതൊക്കെ തീരുമാനിക്കാൻ നിങ്ങളാരാണ് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം വന്നു. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ആ ചോദ്യത്തിൽ അതിനുശേഷം പിന്നീട് സംസാരിച്ചില്ല, അവിടെ ഇരുന്നു. ചർച്ച പൂർത്തിയാക്കണം, മറുപടി പ്രസംഗം പൂർത്തിയാക്കണം എന്നുള്ള കാര്യം പല നേതാക്കളും ആവശ്യപ്പെട്ടെങ്കിലും തുടർന്ന് സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. AP അനിൽകുമാർ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, അതും KC വേണുഗോപാലിനെ ഇരുത്തിക്കൊണ്ടൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം AICC നേതൃത്വം VD സതീശനെ കൈവിടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അല്ലെങ്കിൽ AP അനിൽകുമാർ അമൽ ഇപ്പോൾ പറഞ്ഞു, നേരത്തെ ഈ VD സതീശനൊപ്പമുള്ളവർ കെ സുധാകരനെ നേതൃസ്ഥാനത്ത് മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ VD സതീശനെതിരെയുള്ള വിമർശനമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ VD സതീശനെ പിന്തുണച്ചിരുന്നവർ, പ്രത്യേകിച്ചും അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനൊക്കെ പിന്തുണച്ചിരുന്ന നേതാക്കളൊക്കെ നിശബ്ദരായിരുന്നു. അവരാരും VD സതീശനെ പിന്തുണച്ച് വന്നില്ലേ അപ്പോൾ യോഗത്തിൽ? VD സതീശന് യോഗത്തിൽ കാര്യമായ പിന്തുണ കിട്ടിയില്ല. മാത്രമല്ല TC ദിഗിനെ പോലെയുള്ള നേതാക്കളൊക്കെ പറയാതെ പറഞ്ഞു വെക്കുന്നത് മൂന്നാം വട്ടവും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യ, ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല എന്നുള്ള നിലപാട് പറയുമ്പോൾ അതിലൊക്കെ കൃത്യമായ സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ ശൂരനാട് രാജശേഖരനെ പോലെയുള്ള നേതാക്കളൊക്കെ ഒരുപക്ഷെ ഐഗ്രൂപ്പിന്റെ നിലപാടൊക്കെ പറയുന്നതായിരിക്കും. പക്ഷേ എങ്കിൽ പോലും പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ്. അതൊരു അഭയ കേന്ദ്രമായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കാലത്ത്. ഇപ്പോൾ അതിലെ അഭയം എന്നുള്ളതിലെ അങ്ങ് പോയി ഭയകേന്ദ്രമായി മാറി എന്നൊക്കെ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും കാര്യമായ പിന്തുണ VD സതീശന് യോഗത്തിൽ കിട്ടിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒരു രാഷ്ട്രീയ സമവാക്യം, കോൺഗ്രസിലെ രാഷ്ട്രീയ സമവാക്യത്തിന്റെ ഒരു മാറ്റത്തിന്റെ സൂചനയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. എന്തായാലും നിലവിലെ പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ചർച്ചകളുമായി സതീശനും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ നിയമസഭ ചേരുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ആ വിഷയത്തിൽ അങ്ങ് സജീവമായി, പ്രത്യേകിച്ചും പ്രവർത്തക വികാരമൊക്കെ ഉൾക്കൊണ്ട് ഇന്നിപ്പോൾ ചെയ്തതുപോലെയുള്ള നടപടികളുമായി അങ്ങ് മുന്നോട്ട് പോകാമെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ സതീശന്റെ തീരുമാനം. ഇനി എപ്പോഴാണ് സംയുക്ത വാർത്താ സമ്മേളനം എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. അത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും ഉറപ്പില്ല. രാജീവ്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അമൽ പറഞ്ഞതുപോലെ ആ ഒരു വാർത്താ സമ്മേളനം ഐക്യമുണ്ട് നേതാക്കൾക്കിടയിൽ എന്ന് കാണിക്കാൻ വേണ്ടി, അണികളോട് കാണിക്കാൻ വേണ്ടി നടത്താനിരുന്ന വാർത്താ സമ്മേളനം നടത്താൻ പോലും എന്തായാലും നേതാക്കൾക്ക് ഇതുവരെ കഴിയുന്നില്ല. ഇനി ചുമതലയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ദീപദാസ് മുൻഷിക്ക് പറയേണ്ടി വരികയാണ്. അതെ, UDF ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതിനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ തർക്കം നടക്കുന്നു, പല അഭിപ്രായങ്ങൾ വരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പോലും വരുന്നുണ്ട്. അതിനിടെയാണ്
ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറയുന്നു, ഇവിടെ ഐക്യമില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന രീതിയിൽ പറയുന്നു. ഇതിനെല്ലാം പരിഹാരം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ ഐക്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും ഒരു വാർത്താ സമ്മേളനം നടത്തണമെന്നുള്ളതാണ് തീരുമാനിച്ചത്. അതും നടത്താൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇനി മൂന്നാം തവണയും കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ AKG സെന്റർ മുമ്പിൽ KPCC കുടുംബത്തിന് ഐശ്വര്യം എവിടെയെങ്കിലും ബോർഡ് വെക്കാം. അല്ല, പക്ഷേ ഇതൊക്കെ കോൺഗ്രസിന് മറികടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അല്ല, അത് നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു. പല ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ രീതിയിലുള്ള സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അല്ല, അതിന് നേതൃത്വം കൊടുക്കാൻ ഈ പ്രതിപക്ഷ നേതാവിനും കഴിയുന്നുണ്ട്. പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ ആ തരത്തിലുള്ള വിശ്വാസം നേടിയെടുക്കുന്നതിനോ പിന്തുണ നേടിയെടുക്കുന്നതിനോ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൃത്യമായി പോകുന്നില്ല. ഇപ്പോൾ KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, അദ്ദേഹം അത്ര എഫക്റ്റീവ് അല്ല എന്ന് പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുള്ളവരുണ്ട്. അപ്പോൾ അതിനാണെങ്കിൽ എന്താണ് പരിഹാരം? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ചില രീതികളോട് പാർട്ടിയിലെ നേതാക്കൾക്ക് ചർച്ച ചെയ്യാതെ തീരുമാനങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് എന്താണ് ഇതൊന്നും പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇതിനിടയ്ക്കാണ് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ പോലും കോൺഗ്രസിനകത്തു നിന്ന് വരുന്നത്.